Hello dear students. ഈ വീഡിയോയിൽ നമുക്ക് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് അൽഗോരിതം എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ബേസിക് how to schedule the process using the round robin scheduling algorithm. സോ നമുക്ക് അത് എങ്ങനെയെന്നുള്ള വർക്കിംഗ് പ്രിൻസിപ്പിളാണ് നോക്കാം ഈ ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൻ്റെ. ഓക്കെ, സോ റൗണ്ട് റോബിൻ ഈസ് എ RR ഷെഡ്യൂളിംഗ് എന്നും വരും ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ യൂസിങ് RR ഷെഡ്യൂളിംഗ് അൽഗോരിതം അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ ആദ്യം നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നോക്കാം. So RR or round robin is a preemptive scheduling algorithm and it is the most commonly used algorithm in CPU scheduling. Preemptive scheduling algorithm ആണ്. നോർമലി നമുക്ക് പറയാം FCFS algorithm, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. അപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിൻ്റെ ഒരു പ്രിയംറ്റീവ് വേർഷനാണ് ഈ റൗണ്ട് റോബിൻ വേണമെങ്കിൽ പറയാം എനിക്ക്. ഓക്കെ, സോ ഇറ്റ്സ് എ പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം. In this, each process is assigned with a fixed time interval to execute, which is called quantum. മീൻസ് ഓരോ പ്രോസസ്സിനും ടൈം കൊടുക്കും. അതായത് ഇപ്പോൾ ഒരു പ്രോസസ്സ് ഇത്ര ടൈം ഇൻ്റർവെലിന് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ആ സെയിം ഇൻ്റർവെലിന് അടുത്ത പ്രോസസ്സിന് ചാൻസ് കൊടുക്കും. ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മുടെ there are suppose we have in our system we have 3 process. അപ്പം ഒരു ഫിക്സഡ് ഒരു ടൈം ക്വാണ്ടം സെറ്റ് ചെയ്ത് വെക്കും. അതായത് ടൈം ക്വാണ്ടം ഈസ് സംതിങ് ഇപ്പോൾ 2 millisecond ആണെങ്കിൽ ഇപ്പോൾ സപ്പോസ് P1ൻ്റെ ബേസ്റ്റ് ടൈം 8, P2ൻ്റെ ബേസ്റ്റ് ടൈം 4, ദെൻ P3യുടെ ബേസ്റ്റ് ടൈം 2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ P1 ഫസ്റ്റ് വരുവാണെങ്കിൽ P1 ആദ്യം 2 millisecond, കാരണം ക്വാണ്ടം എത്രയാണ്, ടൈം ക്വാണ്ടം എത്രയാണ്, 2 ആണ്. അപ്പോൾ 2 millisecond വരെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇയാൾ എന്ത് ചെയ്യും, മറ്റ് പ്രോസസ്സിന് ചാൻസ് കൊടുക്കും, പ്രിയംപ്റ്റ് ചെയ്യും, ഗിവിങ് ചാൻസ് ടു അനദർ പ്രോസസ് ടു എക്സിക്യൂട്ട് ഫോർ 2 millisecond, ദാറ്റ് ഈസ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ടൈം ക്വാണ്ടം. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലായി, ഇപ്പോൾ 2 ടൈം ക്വാണ്ടം വരെ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തു. സോ P1ൻ്റെത് 8 മാറിയിട്ട് ഇനി എത്രയേ ഉള്ളൂ, 6 ഉള്ളൂ. അടുത്ത P2 വരും. അതാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് വിത്ത് പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം. അടുത്തത് P2 ആണ് വന്നത്. P2 2 millisecond വരെ അയാൾ എക്സിക്യൂട്ട് ചെയ്യും. 2 millisecond എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എത്ര വരും, 4 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇയാൾ 2 millisecond എക്സിക്യൂട്ട് ചെയ്തു. ഇനി റിമൈനിങ് 2 ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്താ മനസ്സിലായത്, എല്ലാ പ്രോസസ്സിനും ഒരു ചാൻസ് കൊടുക്കും. ആ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടൈം ഇൻ്റർവെൽ വരെ എല്ലാ പ്രോസസ്സിനും ചാൻസ് കൊടുക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. In round robin, the process gets preempted if it is executed in the given time period and rest of the process executes accordingly. Okay, അപ്പോൾ ആ ഒരു ഗിവൺ ടൈം പീരീഡിനെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അത് പ്രോസസ്സ് എന്തെങ്കിലും പ്രിയംപ്റ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റാർവേഷൻ ഫ്രീ CPU ഷെഡ്യൂളിംഗ് അൽഗോരിതം. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ വൈവ ക്വസ്റ്റ്യൻ്റെ ചോദിക്കാം. സ്റ്റാർവേഷൻ, ഓക്കെ, നമുക്ക് പ്രയോറിറ്റി അൽഗോരിതം എന്ന് പറഞ്ഞാൽ സഫേഴ്സ് ഫ്രം സ്റ്റാർവേഷൻ ഓർ ഇൻഡെഫിനിറ്റ് ബ്ലോക്കിംഗ്, റൈറ്റ്? അത് ഓവർകം ചെയ്യാൻ വേണ്ടി ഏജിങ് ഒരു ടെക്നിക്ക് വന്നു. ബട്ട് ഇൻ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് നമുക്ക് സ്റ്റാർവേഷൻ ഫ്രീ CPU ഷെഡ്യൂളിംഗ് അൽഗോരിതം ഇസ് ദ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് അൽഗോരിതം. എന്തുകൊണ്ടാണ്? കാരണം ഓൾ പ്രോസസ് ഗെറ്റ് ഫെയർ ഷെയറിംഗ് ഓഫ് CPU. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് റൗണ്ട് റോബിൻ ഇസ് എ പ്രിയംറ്റീവ് വേർഷൻ ഓഫ് ദ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഓക്കെ, ഹിയർ ദ ടൈം ഷെയറിംഗ് ഇസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് അൽഗോരിതം. ഇൻ റൗണ്ട് റോബിൻ അൽഗോരിതം ഈച്ച് പ്രോസസ് ഇസ് സൈക്ലി എക്സിക്യൂട്ടഡ്. ഇപ്പം സപ്പോസ് ഈ 3 പ്രോസസ്സും ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം വീണ്ടും എന്താണ് അടുത്ത P1 എന്ന് പറഞ്ഞ പ്രോസസ്സായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സൈക്ലിക്കലി എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? സ്റ്റാർവേഷൻ ആൻഡ് കോൺവേ എഫക്റ്റ്. നമ്മുടെ കോൺവേ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഡിസഡ്വാൻറ്റേജ് ആൻഡ് FCFS അൽഗോരിതം. അപ്പം അതും സ്റ്റാർവേഷനും അവോയ്ഡ് ചെയ്യും. ദാറ്റ് മീൻസ് എവറി പ്രോസസ് ഗെറ്റ് എ ഫെയർ അലൊക്കേഷൻ ഓഫ് CPU. എല്ലാ പ്രോസസ്സും പ്രയോറിറ്റി ഇല്ലാതെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ വെരി ഈസി ടു ഇംപ്ലിമെൻറ്റ്. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് റൗണ്ട് റോബിൻ. ദെൻ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് റൗണ്ട് റോബിൻ? Average waiting time is higher. Average waiting time is higher means ഇപ്പം എല്ലാ പ്രോസസ്സിനും ചാൻസ് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രോസസ്സ്, ഇപ്പോൾ സപ്പോസ് നമ്മുടെ പ്രോസസ്സ് P2ന് ഇപ്പം ഒരു 6 millisecond മതിയായിരുന്നു. പക്ഷേ അയാൾ ഒരു 2 millisecond കഴിഞ്ഞിട്ട് മറ്റവർക്ക് ചാൻസ് കൊടുത്തിട്ട് പിന്നെ 2 millisecond പിന്നെ
ആണ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ വെയിറ്റിംഗ് ടൈം, ആവറേജ് വെയിറ്റിംഗ് ടൈം എടുക്കുവാണെങ്കിൽ കുറച്ച് കമ്പാരിറ്റീവ്ലി ഹയർ ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലെങ്ത് ഓഫ് ദ ടൈം സ്ലൈസ്. ഇപ്പോൾ ടൈം സ്ലൈസ് 2 ആണെങ്കിൽ കുറേ പ്രാവശ്യം നിങ്ങൾ വരയ്ക്കുമ്പോൾ തന്നെ കുറേ ലെങ്തി ആവത്തില്ലേ. അപ്പോൾ ടൈം സ്ലൈസിൻ്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ വെയിറ്റിംഗ് ടൈം. ഓക്കെ, ഇനി ഇഫ് ദ ടൈം കോൺസ്റ്റന്റ് ഇസ് ലെസ് ദാൻ കോൺസ്റ്റന്റ് സ്വിച്ചിങ്, ഓവർ ഹെഡ് ഇസ് മോർ. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ടൈം കോൺസ്റ്റന്റ് സ്വിച്ചിങ്ങിനെക്കാട്ട് കുറവാണെങ്കിൽ ഓവർ ഹെഡ് ഇസ് മോർ. സോ ദീസ് ആർ സം ഓഫ് ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് റൗണ്ട് റോബിൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Let's consider an example. Here given 4 processes are given and arrival time and the burst time of each process are mentioned in this table and the time quantum is given as 6 units. Round robin scheduling algorithm ആകുമ്പോഴത്തേക്കും ടൈം ക്വാണ്ടം തന്നിരിക്കും. ഇവിടെ എത്രയാണ് ടൈം ക്വാണ്ടം എത്രയാണ് തന്നിരിക്കുന്നത്? യെസ്, 6 യൂണിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗാൺ ചാർട്ട് വരയ്ക്കാം. ഗാൺ ചാർട്ട് വരയ്ക്കാൻ നമുക്ക് ഈസിയാണ്. എങ്ങനെ ഗാൺ ചാർട്ട് വരയ്ക്കാം? ഫസ്റ്റ് അത് P1 ആണ് വന്നത്. P1 0 അറൈവൽ ടൈമിൽ വന്നു. 6 യൂണിറ്റ് വരെ എക്സിക്യൂട്ട് ചെയ്യും, അതല്ലേ? 6 യൂണിറ്റ് വരെ എക്സിക്യൂട്ട് ചെയ്യും. സോ 6 മില്ലി സെക്കൻഡ് ആകുമ്പോൾ പ്രിയംപ്റ്റ് ചെയ്ത് അടുത്ത പ്രോസസ്സിന് കൊടുക്കും. അപ്പോൾ ഇവിടെ 6 മില്ലി സെക്കൻഡ് വരെ P1 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 8 മാറി ഇവിടെ എന്ത് വരും? 6 വരും. ഇനി അടുത്ത് P2ന് ചാൻസ് കൊടുക്കും. P2ന് ചാൻസ് കൊടുക്കുമ്പോൾ ബേസ്റ്റ് ടൈം എത്രയാണ്? 5 ആണ്. P2 ബേസ്റ്റ് ടൈം 5 ആണ്, പക്ഷേ 6 മില്ലി സെക്കൻഡ് വരെ ഉണ്ടല്ലോ. അപ്പോൾ 5, പക്ഷേ P2 നീഡ്സ് ഓൺലി 5 മില്ലി സെക്കൻഡ്. അപ്പോൾ 5 മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്ത് 11 മില്ലി സെക്കൻഡ് ആകുമ്പോഴത്തേക്കും എക്സിറ്റ് ആവും. അപ്പോൾ P2 ഇനി ഇല്ല. സിമിലർലി നെക്സ്റ്റ് വൺ ഇസ് P3. P3 ബേസ്റ്റ് ടൈം ഇസ്, കാരണം മനസ്സിലാക്കുക ഈ ഒരു 6 മില്ലി സെക്കൻഡിനുള്ളിൽ ബാക്കി എല്ലാ പ്രോസസ്സും വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി P3 ആണ് അടുത്ത കയറുന്നത്. P3 എന്താണ്? ബേസ്റ്റ് ടൈം 10 ആണ്. P3 10 മില്ലി സെക്കൻഡ് ആണ്, പക്ഷേ 6 യൂണിറ്റ്സ് വരെ എക്സിക്യൂട്ട് ചെയ്ത്, അതായത് 11 + 6 17, 6 യൂണിറ്റ്സ് വരെ എക്സിക്യൂട്ട് ചെയ്തിട്ട് പ്രിയംപ്റ്റ് ചെയ്യും. അപ്പോൾ 6 വരെ എക്സിക്യൂട്ട്, റിമെയിൻ എത്രയുണ്ട്? 4 ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ചാൻസ് ആർക്ക് കൊടുക്കും? P4ന് കൊടുക്കും. P4ന് കൊടുക്കുമ്പോഴത്തേക്കും ബേസ്റ്റ് ടൈം എത്ര? 11 ആണ്. P4ഉം 6 മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്യും. സോ 17 + 6 23 ആകുമ്പോഴത്തേക്കും പ്രിയംപ്റ്റ് ചെയ്യും. അപ്പം ബാക്കി എത്രയുണ്ട്? 11ന് 6 പോയാൽ ദെൻ 5. അപ്പോൾ ഇനി അപ്പോൾ ആകെ P2 മാത്രമേ ഫുൾ കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്ത് പോയിട്ടുള്ളൂ. ഇനി എന്താണ്? വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് അടുത്ത P1ലോട്ട് വരും. ഇനി P1ഉം വീണ്ടും P1 6 മില്ലി സെക്കൻഡും കൂടെ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഇനി P1ന് ഓക്കെ, സോറി, ഇവിടെ 6 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റിമൈനിങ് എത്രയാണ്? 2 അല്ലേ? ഓക്കെ, അപ്പം ഇനി അതാണ് എനിക്കിവിടെ ഒരു കൺഫ്യൂഷൻ വന്നത് കേട്ടോ. അപ്പം മീൻസ് ആദ്യം P1 6 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ റിമൈനിങ് ഇവിടെ എത്രയാണ്? 8 - 6 2 മില്ലി സെക്കൻഡും കൂടെ അല്ലേ ഇനിയുള്ളൂ P1ന്. സോ അപ്പോൾ ആ ഒരു 2 മില്ലി സെക്കൻഡ്, കാരണം റൗണ്ട് തിരിച്ച് കറങ്ങി ഇവിടെ വന്നു, P1 തന്നെ വന്നു. അപ്പോൾ അവിടെ എത്ര? 2 മില്ലി സെക്കൻഡിൽ ആവശ്യമുള്ളൂ. അപ്പോൾ 2 മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്ത് 25 ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആവും. 2 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 0, P1 കംപ്ലീറ്റ് ആവും. ഇനി അടുത്ത ആരാ വരുന്നത്? അടുത്ത P3ക്ക് ചാൻസ് കൊടുക്കും. P3ക്ക് അവിടെ 4 മില്ലി സെക്കൻഡാണ് ഇനി ആവശ്യമുള്ളത്, അല്ലേ? പക്ഷേ നമ്മുടെ 6 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ 4 മില്ലി സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് 25 + 24, 25 + 4 ദാറ്റ് ഈസ് 29. 4 മില്ലി സെക്കൻഡ് ആകുമ്പോഴത്തേക്കും P3 കംപ്ലീറ്റ് ചെയ്യും. ഇനി ഏത് പ്രോസസ്സ് മാത്രമേ ഉള്ളൂ? യെസ്, P4 എന്ന് പറഞ്ഞ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അയാൾക്ക് 5 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, 5 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. സോ 29 5 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫൈനലി എത്ര വരും? 34 വരും. സോ ഇവിടെ 5 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട്, ഇവിടെ 0 വരും. സോ എല്ലാ പ്രോസസ്സും അവരുടെ ബേസ്റ്റ് ടൈം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രിയംപ്റ്റ് ചെയ്ത് മറ്റുള്ള പ്രോസസ്സിന് ചാൻസ് തൊട്ട് എല്ലാ പ്രോസസ്സും സക്സസ്ഫുള്ളി എക്സിക്യൂട്ട്. ഇറ്റ്സ് ബേസ്റ്റ് ടൈം. അപ്പോൾ ഇങ്ങനെയാണിത്. ഭയങ്കര ഈസിയാണ്. ഈസി മീൻസ് എല്ലാ പ്രോസസ്സിനും ചാൻസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര പ്രോസസ്സ് അവർ എക്സിക്യൂട്ട് ചെയ്തെന്നുള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് വരച്ച് പോവുക. അപ്പം കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ കട്ട് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് തെറ്റുപറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കംപ്ലീഷൻ ടൈം കണ്ടുപിടിക്കാൻ പറ്റും. കംപ്ലീഷൻ
കംപ്ലീഷൻ ടൈം നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുക. ഇപ്പോൾ P1 നമുക്ക് ചാടിക്കയറി 6 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് റോങ്. 6 ആണോ ഇവിടെ? അല്ല. കാരണം എന്താണ്? P1 ചാൻസ് കിട്ടി. P1 ഇവിടെ ആകുമ്പോഴത്തേക്കാണ് കംപ്ലീറ്റ് ആവുന്നത്. സോ ദ കംപ്ലീഷൻ ടൈം ഓഫ് P1 ഈസ് 25. സിമിലർലി കംപ്ലീഷൻ ടൈം ഓഫ് P2 ഇവിടെ മാത്രമേ ഉള്ളൂ. യെസ്, 11. കംപ്ലീഷൻ ടൈം ഓഫ് P3 ഇവിടെയാണോ? അല്ല, അതാ ഇവിടെയുണ്ട്. 29. ഇനി കംപ്ലീഷൻ ടൈം ഓഫ് P4 ഇവിടെ ഇല്ല, അതാ ഇവിടെ 34. അപ്പോൾ അതൊന്ന് നോക്കാം. ഇവിടെ P4ന് 23 അല്ല 34. ഇത് നിങ്ങൾ നോക്കുക. ഇനി വേറെ എവിടെയെങ്കിലും P4 ഉണ്ടോ? ലാസ്റ്റ് P4. ഇപ്പോൾ P4ൻ്റെ ലാസ്റ്റ് P4ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള, ഇപ്പോൾ P1 ആണ് ലാസ്റ്റ് P1ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും. ടേൺ അറൗണ്ട് ടൈം എങ്ങനെ കിട്ടും? കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. Completion time minus arrival time, that is 25. Completion time 11 minus 1, 10. 29 minus 2, 27. 34 minus 3, 31. Okay. ഇനി നമുക്ക് വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാം. എങ്ങനെ വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാം? We have the formula, right? Turn around time minus burst time. That is 25 minus 8, which is 17. 10 minus 5, 5. 27 minus 10, 17. 31 minus 11, 20. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? എല്ലാ പ്രോസസ്സിൻ്റെ ടേൺ അറൗണ്ട് ടൈമും എല്ലാ പ്രോസസ്സിൻ്റെ വെയിറ്റിംഗ് ടൈമും കിട്ടി. ഇനി എന്താ ചെയ്യുന്നത്? ആവറേജ് കണ്ടുപിടിക്കുക. ആവറേജ് ടേൺ അറൗണ്ട് ടൈം ഇസ് 25 പ്ലസ് 10 പ്ലസ് 27 പ്ലസ് 31 ഡിവൈഡഡ് ബൈ 4, വിച്ച് ഇസ് ഈക്വൽ ടു 93 by 4, ദാറ്റ് ഇസ് 23.25. Similarly, average waiting time എങ്ങനെ കണ്ടുപിടിക്കും? 17 plus 5 plus 17 plus 20 divided by 4, which is 59 by 4, which is equal to 14.75. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്യണം. ഈ ഒരു ഗാൺ ചാർട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി അതിൽ നിന്ന് നമുക്ക് എന്ത് ഡെഫിനറ്റ്ലി വി ക്യാൻ ഫൈൻഡ് ദ കംപ്ലീഷൻ ടൈം. By finding the completion time, we can find out the turnaround time, and by computing the turnaround time, we can find the waiting time. Okay, ഇപ്പോൾ ഗാൺ ചാർട്ട് കറക്റ്റായിട്ട് വരയ്ക്കുക. അത് എല്ലാ പ്രോസസ്സിനും ആ സെയിം ടൈം ക്വാണ്ടം കൊടുത്ത് തന്നെ പോവുക. ഇൻ FCFS ഓർഡർ കൊടുത്ത് തന്നെ പോവുക. അത് മാത്രമല്ല, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കംപ്ലീഷൻ ടൈം എഴുതുമ്പോഴത്തേക്കും ഇപ്പം ഒരു പ്രോസസ്സ് തന്നെ പ്രിയംപ്റ്റ് ചെയ്തിട്ടാണ് അടുത്ത പ്രോസസ്സിന് ചാൻസ് കൊടുക്കുക. എന്നിട്ട് പിന്നീടാണ് ആ മറ്റേ പ്രോസസ്സ് കയറുന്നത്. അപ്പോൾ ലാസ്റ്റ് ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ വേണം നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ P2ൻ്റെ കംപ്ലീഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P3യുടെ കംപ്ലീഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു P3 ഉണ്ട്, ഇവിടെയും P3 ഉണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് P3യുടെ റൈറ്റ് ഹാൻഡ് സൈഡാണ് എൻ്റെ കംപ്ലീഷൻ ടൈം. അത് നല്ലപോലെ നോക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൻ്റെ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.